नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में एस.आर. हर्नट के बारे में पढ़ा। उसका कहानी का विषय यहाँ सर्वहारा वर्ग की तकलीफ़ है। सर्वहारा वर्ग की पीड़ा को समझने के लिए एक संवेदनशील मन भी हर्नट को है। एस.आर. हर्नट की कहानी का नाम है M.com। यहाँ एक बूढ़ी माम है। वह आज सवेरे कोई काम नहीं किया। वह चूल्हे में आँख न जलाई, गाय के लिए गोरड ही नहीं बनाया, बिल्ली को कटोरी में लस्सी नहीं उंडेली, आंगन के पेड़ पर लगाए पौ में चिड़ियों के लिए पानी नहीं डाला। उसने अपनी बैटरी लेकर बाहर निकलते ही और एक बीड़ी सुलगती है, लेकिन वह माम दराट लेना नहीं भूली थी। उसने दरवाज़ा बंद किया और गौशाले की तरह चली गई। लेकिन पहले सुबह का समय इस माम के लिए ज़्यादा व्यस्तताओं का दिन था। जैसे ही वह उड़ती, आंगन में चिड़िया चहचहाने लगी, बिल्ली दूध लस्सी के लिए बावलीपन हो जाती और गौशाला में पशु भी रंभाने लगते और माम रसोई से उनसे बातें करते रहती। लेकिन आज ऐसा कुछ नहीं हुआ। उस समय आज के सवेरे खामोशी या निशब्दता शुरू हो गया था। माम सवेरे उठते समय कबीर अमृतवाणी टेप रिकॉर्डर में खूब सुना करती थी, लेकिन आज वह भी चुप था। भजनों का कैसेट नहीं सुना करती। इसी प्रकार बिल्ली ने भी उसे तंग नहीं किया, चुपचाप एक कोने में रही। आंगन के पेड़ में बैठी हुई चिड़िया नहीं चहचहाई। वे सभी चिड़िया पौ के आसपास चुपचाप बैठी थी। ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. ഏതാണ് അമ്മ രാവിലെ എഴുന്നേറ്റ് എന്നും ചെയ്യാറുള്ള പോലെയുള്ള ഒരു പണികളും ആ അമ്മ, പ്രായമായ അമ്മ, ഒരു പണിയും അന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നാണ് നമ്മളിനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. മാംനെ ഗൗശാല കാ ദർവാസ ഗോലാ തോ സിഹറുടി. ആ അമ്മ ഗോശാല എന്ന തൊഴുത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ പേടിച്ച് വിറച്ചു എന്ന് പറയുന്നത്. വിറച്ചുപോയി. ജैसे भीतर अंधेरे के सिवा कुछ भी ना हो. ആ തൊഴുത്തിൻ്റെ ഉള്ളിൽ, ഗോശാലയുടെ ഉള്ളിൽ ഇരുട്ട് കൂടാതെ ഒന്നും തന്നെ കാണാനില്ല. बैटरी की रोशनी में इधर उधर झांका. അങ്ങനെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഇവിടെയൊക്കെ എത്തി നോക്കുന്നുണ്ട്. പശു ഉദാസ് ഖാമോസ് ഗഡേത്തെ. തൊഴുത്തിൻ്റെ ഉള്ളിലെ എല്ലാ മൃഗങ്ങളും വളരെ വിഷമിച്ച് നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. ആ ഗോശാലയുടെ ഉള്ളിലുള്ള മൃഗങ്ങളെല്ലാം നിശബ്ദരായിരിക്കുകയാണ്, വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്.
ഉൻകി ആങ്കേം ഭീഗി ഹുയി തി. ആ മൃഗങ്ങളിലെ കണ്ണുകൾ പോലും നനഞ്ഞിട്ടുണ്ടായിരുന്നു. മാംനെ കോനെ മരി പടി താജ സുയി ബൈംസ് പർ റോഷ്നി ഡാലി തോ കളേജ ജൈസെ മുഹ്കോ ആകയ. കളേജ മൂക്കോ ആകയ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖം തോന്നണം. അതീ ദുഃഖം ഹോന. കളേജ മൂക്കോ ആകയ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖം തോന്നി. നമ്മൾ പറയലേ ഹൃദയം പൊടിയുന്ന പോലെ അവസ്ഥ, അത്രയും വേദന തോന്നി. മാംനെ കോനേമേയും അമ്മ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരു മൂലയിൽ മരീപടി താജ സുയി ബൈംസ്. സുയി എന്ന് പറഞ്ഞാൽ സൂചി, താസ എന്ന് പറഞ്ഞാൽ ഫ്രഷ് പുതിയതായിട്ട് സൂചി വെച്ച, അത് കുത്തിവയ്പ്പ് എടുത്ത ബൈംസ്. ബൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമ. അതെങ്ങനെയാണ് കിടന്നത്? മരീപടി, അത് അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. തൊഴുത്തിൻ്റെ വാതിൽ തുറന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരു മൂലയിൽ പുതിയതായിട്ട് കുത്തിവെച്ച ഒരു എരുമ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ബൈൻസ് പർ റോഷ്നി ഡാലി തോ. റോഷ്നി എന്ന് പറഞ്ഞാൽ ടോർച്ചടിക്കുക, വെളിച്ചം അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രായമായ ഈ അമ്മയ്ക്ക് വളരെയധികം ദുഃഖം തോന്നാണ്. ആങ്കേം ചൽച്ചലായി, കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. ആങ്കേം ചൽച്ചലായി, സങ്കടം കൊണ്ട് വിഷമം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. अपने चादरों से आगे पोंछती वह बाहर आ गई और दरवाज़ा ओट दिया. अपनी चादरों से, ചാദർ എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തോർത്തെന്ന് പറയാം. അപ്പോൾ അവർ തോർത്തുകൊണ്ട് കണ്ണുകൾ ഒപ്പിയിട്ട്, ആകെയും പോച്ചത്തി, കണ്ണുകൾ ഒപ്പിയിട്ട് വഹ ബാഹറാകൈ, അവർ പുറത്തേക്ക് വന്നു. എന്തിൻ്റെ പുറത്തേക്ക്? ഗോശാലയ്ക്ക് ബാഹറാകൈ, തൊഴുത്തിൻ്റെ പുറത്തേക്ക് വന്നു. അവർ ദർവാസ ഓടുത്തിയ, വാതിലെ ഒന്ന് ചാരിയിട്ടു. ഓടുത്തിയ എന്ന് പറഞ്ഞാൽ വാതിലടയ്ക്കുക, ചാര എന്നുള്ള അർത്ഥം. അപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. എന്താണ് കാരണം? ഗോശാലാമേ ഏക്ക് താജ സുയി ബൈംസ് മരി പടീത്തി, പുതുതായി സൂചി വെച്ച കുത്തിവെച്ച ഒരു എരുമ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അതാണ് എല്ലാവരുടെയും നിശബ്ദതയ്ക്ക് കാരണം. അതായത് ഈ അമ്മയായാലും അവിടുത്തെ പക്ഷി മൃഗാദികളെല്ലാം നിശബ്ദരാന്ന് പറയുന്നത്. गाँव में बाइम्स के अचानक मरने की खबर नहीं पहुंची थी, वरना इस वक्त तक गांव की औरतें अफसोस करने पहुंच जाती. ഇപ്പം ഗ്രാമത്തിൽ ബൈംസ്ക്ക് അചാനക് മരണയ്ക്ക് ഖബർ നഹീം പഹുഞ്ചി തി, ഈ എരുമ പെട്ടെന്ന് മരിച്ചതിൻ്റെ വാർത്തകളൊന്നും വിവരമൊന്നും ആരും തന്നെ ഗ്രാമത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാർത്തകളൊന്നും ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. വർണ്ണ ഇസ് വക്ത്, അതല്ലെങ്കിൽ ഇസ് വക്ത്, ഇസ് സമയം, ഈ സമയം, ഇസ് വക്ത് തക് ഗാവ് കി ഔരത്തെ, ഈ സമയത്തിനുള്ളിൽ ആ ഗ്രാമത്തിലെ സ്ത്രീകൾ അഫ്സോസ് കർണെ പഹുഞ്ച് ജാത്തി, അഫ്സോസ് കർണ ദുഃഖം അറിയിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഈ എരുമ ചത്തത്, എരുമ മരിച്ച വിവരം ഗ്രാമത്തിൽ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ ഗ്രാമത്തിലെ സ്ത്രീകൾ ദുഃഖം രേഖപ്പെടുത്താനായിട്ട് വരുമായിരുന്നു. മാംനെ കിസി കോ ബി നഹീം ബത്തായ, വ ചാത്തി തോ ഗാँव की किसी चौखरे को भी कहकर चमार को हाँग लगवा लेती, लेकिन इस बार उसने गुद जाना बेहतर समझा. മാംനെ കിസി കോ ബി നഹീം ബത്തായ, അമ്മ ആരോടൊന്നും പറഞ്ഞില്ല. സാധാരണ ഈ മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാൽ അറിയിക്കേണ്ട ചമാറുകളെ തന്നെ അറിയിക്കുക, അവരാണ് വന്നിട്ട് ഇതിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ആരോടും തന്നെ ഒന്നും പറഞ്ഞില്ല. വ ചാത്തി തോ ഗാവ്ക്കെ കിസി ചോക്കരെ കോബി കേക്കർ, അപ്പോൾ അവരാഗ്രഹിച്ചിരുന്നെങ്കിൽ ഗ്രാമത്തിലെ ഏതെങ്കിലും പയ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്കര എന്ന് പറഞ്ഞാൽ പയ്യൻ അല്ലെങ്കിൽ പിള്ളേർ, ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചമാർക്കോ ഹാങ്ക് ലഗ്വാലെത്തി, ഹാങ്ക് ലഗ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാം, ഈ ചമാറുകളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അമ്മ ആരോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഗ്രാമത്തിലെ ഏതെങ്കിലും പിള്ളേരോട് അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ പോയിട്ട് ചമാറുകളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ലേക്കിൻ ഇസ് ബാർ ഉസ്നെ ഖുദ് ജാന ബേഹത്തർ സംച, പക്ഷേ ഈ പ്രാവശ്യം സ്വയം പോവുകയാണ് നല്ലതെന്ന് അവർക്ക് തോന്നണം.
സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്, ആരോടെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ടുവരലാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഉസ് മാംനെ, ആ അമ്മ ഖുദ് ജാന, തന്നെത്താൻ പോകാനായിട്ട് ബെഹദർ സംച, പോകുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കണം. ബെഹദർ തന്നെ കൂടുതലായിട്ട് നല്ലത്. जानती देखी यदि किसी को बेच भी दिया तो वह सामने कुछ नहीं बोलेगा, पर मन में 100 गालियाँ देता रहेगा. ഉസ് മാം കോ ജാൻതി തീ, അമ്മയ്ക്ക് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? യദി കിസി കോ ബേച്ച് ബി ദിയാത്തോ, ഇനിയിപ്പോൾ ആരേനെങ്കിലും പറഞ്ഞയക്കുകയാണെങ്കിൽ വ സാമനെ കുച്ച് നെഹിം പോലേക, ഇവരുടെ മുന്നിലൊന്നും പറയില്ല. ഇഷ്ടമല്ലെങ്കിലും ഒന്നും പറയില്ല, മുന്നിൽ വെച്ച് മൂത്തോയിട്ടൊന്നും പറയില്ല. പർ മൻമേ 100 ഗാലിയാൻ ദേത്താ രഹേഗ, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു 100 ചീത്ത വിളി അവിടെ നടത്തിയിട്ടുണ്ടാവും. ഗാലിയ, ചീത്ത വഴക്ക് പറയുക അല്ലെങ്കിൽ തെറി വിളിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ്, അതായത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോവാമെന്ന് സമ്മതിക്കും, മുന്നിൽ വെച്ചൊന്നും പറയില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പഹലെ ജൈസ സമയം കഹാ രഹേ, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള സമയം ഇപ്പോൾ എവിടെയുള്ളത്? ആർക്കും സമയമില്ല. ഗാവ് മേ ശരം ലിഹാജ് തോ നാം കോ ബച്ചി ഹേ, എന്താ പറയുന്നത്? പണ്ടത്തെ കാലത്താണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു, ആരോടും പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ആർക്കും അപ്പം അതിന് സമയമുള്ളത്. അതുമാത്രമല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ താല്പര്യം ഉണ്ടാവില്ല കൊണ്ടുവരാനായിട്ട്. പറയണില്ലെങ്കിലും ഉള്ളിൽ അവരതങ്ങനെ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഗാവ് മേ ശരം ലിഹാജ് തോ നാം കോ ബച്ചി ഹേ, അതായത് ഗ്രാമത്തിലുള്ള ഈ പിള്ളേർക്ക്, അതായത് ഈ പയ്യന്മാർക്ക് ശരം ലിഹാജ്, അതായത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് നാണവും ഇല്ല, അതുപോലെ തന്നെ ബഹുമാനവും ഇല്ല എന്നാണ് പറയുന്നത്. ലിഹാജ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, ശരം എന്ന് പറഞ്ഞാൽ ലജ്ജ. അപ്പോൾ അവർക്കൊരു നാണക്കേടുമില്ല, എന്നാൽ അതിനോടൊപ്പം തന്നെ അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത്, പ്രായമാരുടെ അടുത്ത്, ആയവരുടെ അടുത്ത് റെസ്പെക്റ്റും ഇല്ല. ലിഹാജ് തോ നാം കോ ബച്ചി ഹേ, പേരിന് മാത്രമേ ഉള്ളൂ. ജോ കുച്ച് ഹേ ബി വഹ ദിക്കാവേ ബർക്കി, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ്. വഹ ദിക്കാവേ ബർക്കി, അത് കാണിക്കും. അതായത് അവർക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ല, അതുപോലെ തന്നെ ആദരവും ഇല്ല, പ്രായമാരുടെ അടുത്ത് ആദരവില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല തോന്നിക്കഴിഞ്ഞാൽ അത് അവർ മുഖത്ത് നോക്കിയിട്ട് പറയും. അതെല്ലാം നാണക്കേടൊന്നും അവർക്കില്ല എന്നാണ് പറയുന്നത്. നയി നസ്ലിക്കെ ചോക്കരെ ചല്ലേ തോ മുഹ് പർ ഹി ബോൽ ദേത്തെ ഹേ, നയി നസ്ലിക്കെ ചോക്കരെ, അതായത് പുതിയ എന്താ പറയുക, പുതിയ തലമുറയിലെ നയി നസ്ലിക്കെ ചോക്കരെ ചല്ലേത്തോ, അതായത് ചെറിയ പിള്ളേർ പോലും മുഹ് പർ ഹി ബോൽ ദേത്തെ ഹേ, മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്ന പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു നാണക്കേടൊന്നുമില്ല. ഇപ്പോൾ പുതുതലമുറയിലെ ചെറു പിള്ളേർ എന്ന് പറയുന്നവർ, അതായത് കുട്ടി പിള്ളേർ, ഈ പയ്യന്മാർ, അവർ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും. അവർക്ക് അതിന് നാണക്കേടും ഇല്ല, എന്നാൽ അവർ പ്രായമാരുടെ അടുത്ത് റെസ്പെക്റ്റും ഇല്ല, രണ്ടുമില്ല. ബഡേ ബൂഡോം കാ ലിഹാജ് തക് നഹി രക്തേ, അതായത് പ്രായമായവർ, വയസ്സായവരുടെ അടുത്ത് ലിഹാജ് തക്, ആദർ തക് നഹി രക്ത, അവർക്കൊരു റെസ്പെക്റ്റും ഇല്ല. വയസ്സേ അപ്പോൾ ബുജുർഗ് ബച്ചേ ഹി കിത്തനെ ഹി, പിന്നെ എങ്ങനെയാണ് ബുജുർഗ് ലോകം എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകൾ, ബച്ചേ ഹി കിത്തനെ ഹി, അവരെങ്ങനെയാണ് പിന്നെ രക്ഷപ്പെടുക? माम अपने घर के भीतर ही झांकने लगती है, वह खुद कितने बरसों से अकेली घर बार चला रही है. घर बार चला रही എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ, ഗരലുകാരി. ഇവിടെ പറയുന്നത് ഇതാണ്, മാ അപ്പനെ ഗർക്കെ ഭീത്തർ ഹി ജാങ്നെ ലഗ്തി ഹേ, ഈ അമ്മ സ്വന്തം വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ തുടങ്ങുന്നു. വഹ് ഖുദ് കിത്തനെ ബർസോം സേ, അവർ സ്വയം എത്രയോ വർഷങ്ങളായിട്ട്, ബർസോംസെ വർഷോംസെ, എത്രയോ വർഷങ്ങളായിട്ട് അഖീലി ഗർബാർ ചലാരഹി, ഒറ്റയ്ക്ക് ആ വീടിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടുകാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രായമായ അമ്മ ഒറ്റയ്ക്കാണ്. ഇത്തനവിടെ ബാർദാന, അത്രയും വലിയ ഊട്ടുപുരയുണ്ടെന്ന് പറഞ്ഞാൽ, ബാർദാന എന്ന് പറഞ്ഞാൽ ഊട്ടുപുര. ഖേത്തി ബിൻ ബാഹി അച്ചി നഹി ലഗ്തി, ഖേത്തി എന്ന് പറഞ്ഞാൽ കൃഷി. ബിൻ ബാഹി, അതായത് സഹായിക്കാനായിട്ട് ആരുമില്ലാതെ തന്നെ, സഹായി ഇല്ലാതെ തന്നെ, അച്ചി നഹി ലഗ്തി, അപ്പോൾ നന്നായിട്ട് തന്നെ പരിപാലിക്കും. ഗത്തി ബിൻ ബാഹി അച്ചി നഹി ലഗ്തി, അതായത് കൃഷിയും കാര്യങ്ങളാണ്, അതുകൊണ്ട് സഹായി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് എളുപ്പമുള്ള കാര്യമല്ല, അത്ര നല്ല കാര്യമാണ്, തോന്നുന്നില്ല. ഫിർ ശരീകൊം കാ ഗാവ് ഹേ തര തരക്കി ബാത്തേ ബനായെങ്കിൽ. ഇവിടെ പറയുന്നത് ഈ അമ്മ अपने घर में अकेली रहते हैं, अपने घर बार भी अकेली कर रही है, कई सालों से अकेली कर रही है, और उसके घर में इतना बड़ा बारदाना है, खेती में भी सहायता करने के लिए कोई नहीं है. फिर शरीकों का गाँव है, तरह तरह की बातें बनाएंगे. ശരീക്ക് എന്ന് പറഞ്ഞാൽ മാന്യന്മാർ, അതായത് ഉയർന്ന ജാതിക്കാരുടെ ഗ്രാമമാണെന്ന് പറയുന്നത്. ഫിർ ശരീക്കൊം കാ ഗാവ് ഹി, മാന്യന്മാരുടെ, അതല്ലെങ്കിൽ ഒരു ജാതി എന്ന് പറയുക ഉയർന്ന ജാതിക്കാരുടെ ഒരു ഗ്രാമമാണ്. തര തരക്ക് ബാത്തേം ബനായെങ്കിൽ, പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞുണ്ടാക്കും. ഭലേ ഹി ഉസ്നെ ഭാരി മസ്ദൂരി സെ ഹി ചലാ രഖി ഹെ, പർ മസൽ ഹെ കി കോയി ഉംഗ്ലി ഉഠാ സഖി. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, സഹായികളെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പല മാന്യന്മാരായിട്ടുള്ള ആളുകളുള്ള ഗ്രാമമാണ്. അവർ പലതരത്തിലുള്ള കഥകൾ അവർ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബലേഹി ഉസ്നെ ബുവാരി മസ്തൂരി സേഹി ചലാരക്കി ഹി, ബുവാരി എന്ന് പറഞ്ഞാൽ പാട്ടം. അതുകൊണ്ട് തന്നെ അപ്പം നല്ലതായിട്ട് അവർക്ക് തോന്നുന്നത് പാട്ടത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ മസ്തൂരി സേഹി ചലാരഹി ഹി, അല്ലെങ്കിൽ അവിടെ കൂലിപ്പണി ചെയ്തിട്ട് അവിടെ കൃഷി നടത്തുകയോ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പർ മസാൽ ഹേക്കി, പക്ഷേ അത്ഭുതം എന്ന് പറയുന്നതാണ് കൊയ്യ് ഉങ്കിലി ഉടാ സഖി, ആരും ഈ അമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടാനായിട്ട് ധൈര്യപ്പെടില്ല. കൊയ്യ് ഉങ്കിലി ഉട്ടാ സഖി, ആരും വിരൽ ചൂണ്ടില്ല എന്നാണ് പറയുന്നത്. 5-7 പശു ബി ഓബ്രമേ ബന്ദേഹി ഹി, ഇനി ഒരു 5-7 മൃഗങ്ങൾ ഓബ്രമേ, ഓബ്ര എന്ന് പറഞ്ഞാൽ തൊഴുത്ത്, ആ തൊഴുത്തിൻ്റെ ഉള്ളിൽ ബന്ദേഹി ഹി അതിന് കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് ഈ മൃഗങ്ങളേനെ അതുപോലെ തന്നെ പക്ഷികൾ ഇതിനെല്ലാം പരിപാലിക്കുന്നുണ്ട്. ഒപ്പം വലിയൊരു വീടുണ്ട്, അതും നോക്കി നടത്തുന്നത് ഈ പ്രായമായ അമ്മയാണ്. कोई बोल नहीं सकता कि ഫലാനി കെ അബ് ഗർഭർ ഖത്മ ഹോനെ ലഗാ ഹേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊയ് ബോൽ നഹി സക്ത, ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഫലാനി കെ അബ് ഗർബാർ ഖത്മ ഹോനെ ലഗാ ഹേ. ഫലാണി എന്നാണ് ആ വയസ്സായ അമ്മയുടെ പേര്, ഫലാണി എന്നാണ്. ഫലാണിക്ക് അബ് ഗർബാർ ഖത്മ ഹോനെ ലഗാ ഹേ, ഇനി ഈ വീട്ടുകാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ആർക്കും പറഞ്ഞു നടക്കേണ്ടതായിട്ട് വരാറില്ല. കാരണം എല്ലാം നോക്കി നടത്തുന്നതും എല്ലാം ചെയ്യുന്നതും ഈ സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾക്ക് പോലും അവരുടെ നേരെ വിരൽ ചൂണ്ടാനായിട്ട് പറ്റില്ല. ഇത് വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു കഴിഞ്ഞു എന്ന് ആർക്കും അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല. ദോ ബേട്ടേ ഹേ ഘു പഠായേ ലിഖായേ. ഇനി 2 ആൺമക്കളുണ്ട്. നന്നായി എഴുത്തും വായനയൊക്കെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള 2 ആൺമക്കളാണ്. അബ് ദോനംനെ ഗാവ് ചോട് ദിയ. ഇപ്പോൾ 2 പേരും ഗ്രാമം ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത്. അവർക്ക് ഗ്രാമത്തിൽ നിൽക്കാനായിട്ട് ഇഷ്ടമല്ല. ദൂർ പാർ നൗക്കരി കർത്തേ, വളരെ അകലെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 2 പേരും 2 ആൺമക്കളുണ്ട്. 2 പേരും പഠിച്ച് വളർന്ന് വലുതായി വിവാഹമൊക്കെ കഴിച്ച് ഗ്രാമമൊക്കെ ഉപേക്ഷിച്ച് അവർ വളരെ ദൂരെയാണ് അവർ ജോലി ചെയ്യുന്നത്. വഹീം ഷാദിയാൻ കർലി, അവിടെ എന്നെ വിവാഹവും കഴിച്ചു. വഹീം ബാൽ ബച്ചെ ബി ഹോകെ, അവർക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ടായി. ബഹു എം തോ ഗാവ് ഗർ കി തരഫ് ദേഖ്തി തക് നഹി. ബഹു എന്ന് പറഞ്ഞാൽ മരുമക്കൾ. ഇപ്പോൾ ഈ 2 ആൺമക്കളിലെ ഭാര്യമാർ, അതായത് മരുമക്കൾ ഗാവ് ഗർ കി തരഫ്, ഗ്രാമത്തിലേക്കോ വീട്ടിലേക്കോ ആ ഭാഗത്തേക്ക് പോലും ദേഖ്തി തക് നഹി, തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പറയുന്നത്. ആക്കർ കരേങ്കിക്ക മിട്ടി ഗോബർ കി ബാസ് ലഗ്തി ഹേ. ഇനി ബഹുവെ ആക്കർ കരേങ്കി ബിക്ക, ഇനിയിപ്പോൾ മരുമക്കൾ വന്നിട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ്, മിട്ടി ഗോബർ കി ബാസ് ലഗ്തി ഹേ, മണ്ണിൻ്റെ ചാണത്തിൻ്റെ മണം മാത്രമേ ഉണ്ടാവുള്ളൂ. മിട്ടി ഗോബർ കി ബാസ് ലഗ്തി ഹേ, ബാസ് എന്ന് പറഞ്ഞാൽ മണം. ബേട്ടെ സാൽമേ ഏകാദ് ബാർ ഖബർ സാർലേ ലേത്തെ ഹേ. ഇനി മക്കളാണെങ്കിലോ സാൽമേ, വർഷത്തിൽ കൊല്ലത്തിൽ, ഏകാദ് ബാർ 1-2 പ്രാവശ്യം ഖബർ സാർലേ ലേത്തെ ഹേ, വിവരങ്ങൾ തിരക്കാനായിട്ട് അന്വേഷിക്കാനായിട്ട് കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഈ ആൺമക്കൾ ഗ്രാമത്തിലേക്ക് വരും. വൈസെ മാം കേലിയ ഉന്നോനെ സാരി സുവിധായം ചുട്ടാരക്കി ഹേ. എങ്ങനെയായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരി സുവിധായം എല്ലാ സൗകര്യങ്ങളും
जुटा रखी है അവരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ടെലിഫോൺ ഹേ ടെലിഫോൺ ഉണ്ട്. രംഗീൻ ടെലിവിഷൻ ഹേ കളർ ടെലിവിഷൻ ഉണ്ട്. ഗ്യാസ് ഹേ ഗ്യാസ് ഉണ്ട്. ദൂത് ബിലാനിക്ക് മെഷീൻ ഹേ ഇനിയിപ്പം പശുവിനെ കറന്ന എന്താ പറയുക ദൂത് ബിലാനിക്ക് മെഷീൻ ഹേ പാല് കറക്കാനുള്ള മെഷീൻ പോലുണ്ട്. അതുപോലെ ടേപ്പ് റെക്കോർഡർ ഹേ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. നമ്മൾ രാവിലെ ടേപ്പ് റെക്കോർഡിൽ അമൃതവാണി കേൾക്കാറുണ്ട്, കബീർ അമൃതവാണി കേൾക്കാറുണ്ടെന്നാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഫോണുണ്ട്, ടെലിവിഷൻ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, മെഷീനുകളുണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ये सोचती മാം ഗാവ് കെ ബസ് അഡേ തക് പഹുഞ്ച് ഗയി തീ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിച്ച് ഈ അമ്മ ഗ്രാമത്തിലെ ബസ് അഡേ തക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. അഡേ എന്ന് പറഞ്ഞാൽ സെൻറ്റർ അല്ലെങ്കിൽ സ്റ്റേഷൻ എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് ആ അമ്മ അവിടെ എത്തിച്ചേരാണ്. ശുക്ർ ഹേക്ക് കൊയ്യി മിലാനഹി. അപ്പോൾ ആരെയും കണ്ടില്ല, അതെന്നെ നന്ദി എന്ന് പറയണം. ശുക്ർ ഹേക്ക് കൊയ്യി മിലാനഹി. അപ്പോൾ വരുന്ന വഴിയിൽ ആരെയും കണ്ടുമുട്ടിയില്ല. നഹീം തോ സബി പൂച്ച് തരേത്തെ ഹേക്ക് ആജ് തടക്കെ തടക്കെ ഫലാണി കഹാൻ ചലി ഹേ. ഇനിയിപ്പോൾ ആരേനേലും കണ്ടിരുന്നുവെങ്കിൽ സബി പൂച്ച് തരത്തേക്ക് അവരെല്ലാവരും ചോദിക്കുമായിരുന്നു. ആജ് തടക്കെ തന്നെ സബേരെ ഇത്രയും രാവിലെ ഫലാണി കഹാൻ ചലി ഹേ ഫലാണി എവിടേക്കാണ് പോണേന്ന് എല്ലാവരും ചോദിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഭാഗ്യത്തിന് ആരെയും വഴിയിൽ വെച്ച് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ ചോദിക്കുമായിരുന്നു ആജ് സവേരെ ഫലാണി കഹാൻ ചലി ഹേ, ഇന്ന് ഇത്രയും രാവിലെ ഫലാണി എങ്ങോട്ടാണ് പോണേന്നുള്ളത് ചോദിക്കുമായിരുന്നു. അഡേ പർ ബസ് ഗർഗരാ രഹി തി മാംനെ ഉസ്കി തരഫ് ധ്യാൻ നഹീ ദിയ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. മാംനെ ഉസ്കി തരഫ് ധ്യാൻ നഹീ ദിയ. അമ്മ ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചില്ല. പറ വഹാം ക നസറ ദേക്കർ ദങ്ക് ഗയി. പക്ഷെ അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ, നസറ എന്ന് പറഞ്ഞാൽ കാഴ്ച, ആ ദൃശ്യം അത് കണ്ടപ്പോൾ വഹ് ദങ്ക് ഗയി വഹ് മാം ദങ്ക് ഗയി, ആ അമ്മ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നത്. സബ് കുച്ച് കിത്തനി ജൽദി ബദൽ ഗയാത്ത. എല്ലാം എത്ര പെട്ടെന്നാണ് മാറിപ്പോയത്. അപ്പോൾ പണ്ടത്തെ ആ സ്ഥലത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മാം കോ യാദ് ഹേ കി ജഹാ ആജ് ബസ് അഡ്ഡ ബനാ ഹേ വഹാ കബി പാനി കി ഏക് ബഡി കൂഫർ ഹുവാ കർത്തി തി. കൂഫർ എന്ന് പറഞ്ഞാൽ പോക്കർ, വെള്ളക്കെട്ട്. അപ്പോൾ മാം കോ യാദ് ഹേ. അപ്പോൾ അമ്മയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർക്കുകയാണ്. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. എന്താണ്? ജഹാജ് ബസ് അഡ്ഡ ബനാ ഹേ. ഇപ്പോൾ എവിടെയാണ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പണിതിട്ടുള്ളത്? അവിടെ മുൻപ് പാനി കി ഏക് ബഡി കൂഫർ, വെള്ളക്കെട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത്. മാം ഹി ക്യോം ഗാവ് കെ ദൂസരെ ലോഗ് ബി അപ്പനെ പശുവും കോ ചരാക്കർ യഹാം പാനി പിലാത്തെ. അപ്പം അമ്മ മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട്, ഗാവ് കെ ദൂസരെ ലോഗ് ബി, ആ ഗ്രാമത്തിലെ മറ്റുള്ള ആളുകളും അപ്പനെ പശുവും കോ ചരാക്കർ, അവരുടെ മൃഗങ്ങളെയൊക്കെ അവിടെ മേയിച്ച് കഴിഞ്ഞാൽ യഹീം പാനി പിലാത്തെ, അവിടെ കൊണ്ടുവന്നിട്ടാണ് വെള്ളം കുടിപ്പിക്കുക. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആ സ്ഥലത്ത് വന്നിട്ടാണ് പണ്ടത്തെ കാലത്ത് ആളുകൾ, ഗ്രാമത്തിലുള്ള ആളുകൾ ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ അവിടേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നാണ് പറയുന്നത്. സ്കൂൾ കെ ബച്ചെ ഉസ്കെ ചാരോं तरफ बैठकर तख्तियाँ दोया करते. തക്തി എന്ന് പറഞ്ഞാൽ എഴുത്തുപലക. പണ്ടത്തെ കാലത്ത് എഴുതാൻ ഒഴിച്ചിരുന്ന പലകയാണ് എഴുത്തുപലക, നമ്മൾ സ്ലേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. സ്കൂൾ കെ ബച്ചെ, അതായത് സ്കൂളിലെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ചാരോं तरफ बैठकर, 4 ഭാഗത്ത് ഇരുന്നിട്ട് അവർ തക്തിയാം ദോയ കർത്തെ, അവർ എഴുത്തുപലക അവിടെ ഇരുന്നിട്ടാണ് കഴുകിയിരുന്നത് പറയുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളം കെട്ടിക്കുന്നൊരു സ്ഥലമായിരുന്നു. ജഗ ജഗ ഗാജണിക്ക് ടുക്കടെ പടേ ഹോത്തെ. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഗാജണിക്ക് ടുക്കടെ എന്നർത്ഥ പട്ടുതുണിയൊക്കെ അങ്ങനെ അവിടെ അതിൻ്റെ കഷ്ണങ്ങൾ അവിടെ കിടക്കുമായിരുന്നു. ദവാത്ത് കലം രഖേ ഹോത്തെ, അതുപോലെ തന്നെ മഷിക്കുപ്പി, പേന, അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നത്. കിസിക്ക് കാപ്പി കിതാബ് ബോലി രത്തി. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും കോപ്പി പുസ്തകമായാലും അതൊക്കെ അവിടെ തന്നെയാണ് മറന്നു വയ്ക്കുക എന്ന് പറയുന്നത്. നീലി സ്യാഹിക്ക് കലമേ ഘാദ് മേ കൈ ജഗ ടൂംസി രത്തി. ഇനി നീലമഷിയുള്ള പേനകൾ, ഇപ്പം അന്ന് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ, പുസ്തകങ്ങളൊക്കെ അവിടെ മറന്നു വയ്ക്കുക എന്ന് പറയുന്നത്. അതിൽ കൂടാതെ നീലി സ്യാഹിക്ക് കലമേ, നീലമഷിയുള്ള പേനകൾ ഘാദ് മേ കൈ ജഗ ടൂംസി രത്തി. ടുംസി രഹന എന്ന് പറഞ്ഞാൽ അവിടെ ഒളിപ്പിച്ച് വെക്കുക, അവിടെ അല്ലെങ്കിൽ അവിടെ തിരികെ കയറ്റി വെക്കുക എന്നാണ് പറയുന്നത്.
ഘാത് എന്ന് പറഞ്ഞാൽ ഗട്ടർ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗട്ടർ ഉണ്ടായിരുന്നു. ആ ഗട്ടറിലൊക്കെ ഒരു പേനയും സാധനങ്ങളൊക്കെ അവിടെ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. जिसने स्कूल भी ना देखा हो उसे भी पता चल जाता कि गांव का स्कूल यहीं कहीं पास होगा. ജിസ്നെ സ്കൂൾ ബി എന്നാ ദേക്കാഹോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്കൂൾ എവിടെയെന്ന് അറിയാത്തവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഉസ് ബി പത ചല ചാത്താക്കി, അവർക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെയാണ്. എന്താണ്? ഗാവ് കാവ് സ്കൂൾ യഹി കഹി പാസ് ഹോക. ഈ ഗ്രാമത്തിലെ സ്കൂൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം എങ്ങനെയാണെന്ന് പറയുന്നത്, സ്കൂൾ അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ആ എഴുത്തുപലകൾ കഴിയുന്നത് അവിടെയാണ്, പുസ്തകങ്ങൾ അവർ മറന്നു വയ്ക്കുന്നത് അവിടെയാണ്, പേന മഷി മഷിക്കുപ്പി ഇതൊക്കെ വെക്കുന്നതൊക്കെ ഈ സ്ഥലത്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം സ്കൂൾ അടുത്ത് തന്നെയാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് പറ്റും. സാമനെ ഏക്ക് പത്രം കി ദീവാർ തി. ഇനി മുന്നിൽ ഏക്ക് പത്രം കി ദീവാർ തി, അത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചുമരുണ്ടായിരുന്നു, ഭിത്തി ഉണ്ടായിരുന്നു. ജോ പശ്ചിം കാ പാനി രോക് ദേത്തി തി, അതാണ് പടിഞ്ഞാറുന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരുന്നത് ആ ചുമരാണ്. നമ്മൾ ബണ്ട് കെട്ടുക എന്ന് പറയുന്നത് പോലെ. അപ്പോൾ കല്ലുകൊണ്ടൊരു ഭിത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പടിഞ്ഞാറുന്നുള്ള വെള്ളം ഒഴുകി വരുന്നതിനെ തടയാനായിട്ടാണ് അങ്ങനെ ഒരു ഭിത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ബണ്ട് കെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ. ഉസ് പർ ബൺ കെ ചോട്ടെ ചോട്ടെ പേട് ലഗേത്തെ. എന്നിട്ട് ആ ഭിത്തിയുടെ മുകളിൽ ബണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ചെടിയാണ്. അതിൻ്റെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണാമായിരുന്നു. उनके बीच दीवार में खाली जगह थी जिसमें देवताओं की पत्थर की प्रतिमाएं रखी होती. ഇനി ഇതിൻ്റെ ഇടയിൽ ചുമരിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഖാലി ജഗഹത്തി, കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ജിസ്മേ ദേവതാവും കി പത്തർ കി പ്രതിമായും. അപ്പോൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന ചുമരിൻ്റെ മുകളിൽ ദേവന്മാരുടെ കല്ലുകൊണ്ടുള്ള പ്രതിമകളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാമനയ്ക്ക് ഇത്തിരി ബാർ യഹാ മാക്കർ പൂജ കി ഹോഗി. അമ്മ തന്നെ എത്രയോ പ്രാവശ്യം അവിടെ വന്നിട്ട് ഈ അമ്മ അവിടെ പൂജ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. പിത്രം കി മൂർത്തിയാൻ ബനാക്കരക്കി ഹോഗി. അതുപോലെ തന്നെ പിത്രം കി മൂർത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികരുടെ രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. पर आज सब कुछ नदारद है वैसे जैसे वक्त ने उसे ले लिया हो. പക്ഷേ ഇന്ന് അതല്ല നദാരത് ഹോകയെ, അപ്രത്യക്ഷ ഹോകയെ, അതല്ല അപ്രത്യക്ഷമായി. ജൈസെ വക്തിനെ, ജൈസെ കാലിനെ, സമയം, കാലം എന്ന് പറയുന്നത് ഉസേ ലീലിയ ഹോ. ഉസേ ലീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീന എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, അതിനെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. കാലം എന്ന് പറയുന്നത് അതിനെല്ലാം ഇല്ലാതാക്കി മായ്ച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാം അന്നുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അതായത് അന്ന് വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കൊണ്ടുവന്നിരുന്നത് അവിടെയായിരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്ലേറ്റ് കഴുകിയിരുന്നത് അവിടെയായിരുന്നു. പേന മഷിക്കുപ്പിയൊക്കെ അവിടെ വെച്ചിരുന്നു. പുസ്തകങ്ങൾ മറന്നു വെച്ചിരുന്നു. അതുപോലെ തന്നെ സാധനങ്ങൾ, പേന സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഇതെല്ലാം അവിടെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത് എന്തായി മാറി? ഇന്നത് ബസ് അഡ്ഡ ബനാഹേ, അതായത് ബസ് സ്റ്റാൻഡായിട്ടത് മാറി എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻപുണ്ടായിരുന്ന പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ആ ഗ്രാമത്തിൽ വന്നു എന്നുള്ളതാണ് ആ വയസ്സായ ആ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. അതാണ് अब बस एक बड़ा सा मैदान है जिस पर गाड़ियों के टायरों की अनगिनत रेखाएं हैं. ഇപ്പം അതൊരു വലിയൊരു ഗ്രൗണ്ടായിട്ട് മാറി, അതായത് ഒരു ബസ് സ്റ്റേഷനായിട്ട് മാറി. ജിസ് പർ ഗാഡിയം കെ ടയറും കാ അൻഗിനത്ത് രേഖയെ, അതിൽ ഈ വണ്ടികളിലെ ടയറുകളിലെ അൻഗിനത്ത്, എണ്ണാൻ പറ്റാത്തത്ര രേഖകളുണ്ട്. വണ്ടികൾ പോകുന്നതിൻ്റെ ടയറിൻ്റെ അടയാളങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. യഹാ നബ് പാനി ഹേ ന ബച്ചം കി ചഹൽ പഹൽ. ഇന്നിപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല. വെള്ളം കെട്ടി വെള്ളക്കെട്ടുള്ളത് കൊണ്ട് അവിടെ പടിഞ്ഞാറുന്ന് വെള്ളം ഒഴുകി വരാതിരിക്കാനായിട്ട് അവിടെ കല്ലുകൊണ്ട് ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ വെള്ളമില്ല. എന്നാൽ ബച്ചോ കി ചഹൽ പഹൽ, കുട്ടികളുടെ ബഹളമൊന്നുമില്ല. എന്നാൽ കൊയ് പശു ഹി ഭൂല ബഡ്ക ഇസ്തരം ആതാഹേ. ഒരൊറ്റ മൃഗം പോലും ഭൂല ബഡ്ക, അലഞ്ഞ് തിരിഞ്ഞ് ഇസ്തരവ് നഹി ആതാഹേ, ഈ ഭാഗത്തേക്ക് വരുന്നത് പോലുമില്ല എന്നാണ് പറയുന്നത്. रेत बजरी सरिया और सीमेंट के कितने ही ट्रक यहाँ उतरे हैं जिन्होंने इसे गर्द का अंबार बना दिया है. रेत എന്ന് പറഞ്ഞാൽ മണൽ, അതുപോലെ തന്നെ ബജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ, ജരിയ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പി, സിമൻറ്റ്, ഇതിൻ്റെ എല്ലാം എത്രയോ ട്രക്കുകളാണ് ഇവിടെ വന്നിറങ്ങുന്നത്.
जिन्होंने गर्द का अंबर बना दिया है. ഈ മണൽ, സിമൻറ്റ്, കമ്പി, അതുപോലെ തന്നെ മെറ്റൽ, ഇതെല്ലാം കൊണ്ടുവന്ന് ഈ സ്ഥലം എന്തായി മാറി? ഗർദ് കമ്പർ, പൊടിയുടെ ഒരു കൂമ്പാരമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പഴയ ചളിക്കുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ നിന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ബസ് സ്റ്റാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ നമുക്ക് ഇതിൽ ഇനിയും കഥയിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.